CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനോടനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വാർത്തകൾ മാത്രമാണ്. അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് വാർത്തകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ കൂടി ശ്രമിക്കുക. അപ്പോൾ ആദ്യത്തെ ഒരു വാർത്ത എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സൂപ്പർ മിഡ്ഫീൽഡറായ വിപിൻ മോഹനനെ കുറിച്ചാണ്. നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിലെ മധ്യനിരയിലെ ഏറ്റവും മികച്ച ഒരു മലയാളി താരമാണ് വിപിൻ മോഹനൻ എന്നുള്ളത്. കൂടാതെ തന്നെ മുന്നേറ്റങ്ങൾക്ക് എല്ലാം ചുക്കാൻ പിടിക്കുന്ന വിപിൻ മോഹനൻ ടീമിന്റെ ഒരു മുതൽക്കൂട്ട് തന്നെയാണ് എല്ലാ കാലത്തേക്കും. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പല താരങ്ങളെയും നിലവിൽ ടീമിലെത്തിക്കുവാൻ വേണ്ടി മറ്റു ISL ക്ലബ്ബുകൾ വളരെയധികം കഠിനമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ വിപിൻ മോഹനനെ ടീമിലെത്തിക്കാൻ വേണ്ടിയിട്ടും ISL മറ്റു ക്ലബ്ബുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏതായാലും നിലവിൽ മുംബൈ സിറ്റി എഫ്സിയും കൂടാതെ തന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും വിപിൻ മോഹനനെ ടീമിലേക്ക് എത്തിക്കുവാൻ വേണ്ടി കഠിനമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വിപിൻ മോഹനനെ കൈവിട്ട് കളയാൻ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഒരുക്കമല്ല എന്നാണ് നിലവിൽ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെ നിലനിർത്താൻ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ തീരുമാനം. 2026 വരെയാണ് അദ്ദേഹത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുമായി കോൺട്രാക്ട് അവശേഷിക്കുന്നുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സ്വന്തമാക്കണമെങ്കിൽ ഏത് ക്ലബ്ബും ഒരു നിശ്ചിത തുക ട്രാൻസ്ഫർ ഫീ ആയിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സിന് നൽകേണ്ടതുണ്ട്. എന്നാൽ താരത്തെ കൈവിടേണ്ടതില്ല എന്ന് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ തീരുമാനം നിലവിൽ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഏതായാലും വിപിൻ മോഹനന്റെ കാര്യത്തിൽ നിലവിൽ ബ്ലാസ്റ്റേഴ്സിന്റെ തീരുമാനം ഒരു കാരണവശാലും വിപിൻ മോഹനെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിൽ നിന്നും മറ്റു ടീമുകളിലേക്ക് പറഞ്ഞയക്കില്ല എന്ന് തന്നെയാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ ഒരു സൂപ്പർ താരത്തെ ടീമിലേക്ക് എത്തിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ബ്ലാസ്റ്റേഴ്സിന്റെ ആ ഒരു നീക്കം പാളി പോയിട്ടുമുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് ആ ഒരു പാളിപ്പോയ ട്രാൻസ്ഫർ അപ്ഡേറ്റിലേക്ക് ഒന്ന് കടക്കാം. നമുക്കറിയാം നിലവിൽ ISLന്റെ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ISLലെ തന്നെ എല്ലാ ക്ലബ്ബുകളും നിലവിൽ വളരെയധികം ഇൻവോൾവ് ആയിക്കൊണ്ടാണ് ഓരോ താരത്തെയും ടീമിലേക്ക് എത്തിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്ന റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയും ഈ ഒരു ISLന്റെ ട്രാൻസ്ഫർ മാർക്കറ്റിൽ വളരെയധികം ഇൻവോൾവ് ആണ് എന്ന് തന്നെയാണ്. ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലായിട്ടുള്ളത് പ്രമുഖ കായിക മാധ്യമമായ സ്പോർട്സ് കീഡയുടെ റിപ്പോർട്ടിൽ നിന്നാണ്. ബ്ലാസ്റ്റേഴ്സ് ട്രാൻസ്ഫർ മാർക്കറ്റിൽ നീക്കങ്ങൾ നടത്തിയതായാണ് സ്പോർട്സ് കീഡ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പഞ്ചാബ് എഫ്സിയുടെ കൗമാര താരം ടെക്ഷ അഭിഷേക് സിംഗിനെയാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ട്രാൻസ്ഫർ മാർക്കറ്റിലെ ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു നീക്കം പാളി പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. താരത്തെ വിട്ടു നൽകാൻ താരത്തിന്റെ നിലവിലെ ക്ലബ്ബായ പഞ്ചാബ് എഫ്സി തയ്യാറാവാത്തതോടെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു നീക്കം പാളി പോയിട്ടുണ്ടായിരുന്നത്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിനെ കൂടാതെ തന്നെ ഈസ്റ്റ് ബംഗാൾ എഫ്സിയും അഭിഷേക് സിംഗിനെ സ്വന്തമാക്കാൻ നിലവിൽ രംഗത്ത് വന്നിട്ടുണ്ട്. എന്നാൽ രണ്ട് ഓഫറുകളും പഞ്ചാബ് എഫ്സി തള്ളിക്കളയുകയാണ് ചെയ്തിട്ടുള്ളത്. കേവലം 19 വയസ്സ് മാത്രം പ്രായമുള്ള അഭിഷേകിനെ പഞ്ചാബ് എഫ്സി അവരുടെ ഭാവി താരമായാണ് കണക്കാക്കിയിട്ടുള്ളത്. ഇപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈസ്റ്റ് ബംഗാൾ എഫ്സിയുടെയും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെയും നീക്കങ്ങൾ പഞ്ചാബ് എഫ്സി തള്ളിക്കളഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പുതിയ സൈനിങ്ങിനെ കുറിച്ചാണ്. നമുക്കറിയാം നിലവിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ എല്ലാവരും കാത്തിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്നും ഒരു ഒഫീഷ്യലായുള്ള സൈനിങ്ങിന് വേണ്ടിയാണ്. ഏതായാലും ഇപ്പോൾ ഇതാ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷകരമായ ഒരു റിപ്പോർട്ടാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. ആ ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടിട്ടുള്ളത് പ്രശസ്ത കായിക മാധ്യമ പ്രവർത്തകനായ മാർക്കസ് മെർഗുലാവോ തന്നെയാണ്. ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പുതിയ സൈനിങ് ഉടൻ തന്നെ ഉണ്ടാവും എന്നതാണ്. ഈ ആഴ്ച തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു സൈനിങ് ഔദ്യോഗികമായി അറിയിക്കുമെന്നാണ് മാർക്കസിന്റെ അപ്ഡേറ്റിൽ പറയുന്നത്. എന്നാൽ ഏത് താരത്തെയാണ് ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കുന്നത് എന്ന് മാർക്കസ് വ്യക്തമാക്കിയിട്ടില്ല ഇതുവരെ ആയിട്ടും. ചിലപ്പോൾ നോഹയുടെ സൈനിങ് ആവാം അവർ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ പോകുന്നത്. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. ഏതായാലും ഈ ഒരു 3 അപ്ഡേറ്റുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കാൻ കൂടി എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.